जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। कृष्ण कृष्ण मुकुंद जनार्दन कृष्ण गोविंद नारायण हरे अच्युतानंद गोविंद माधव सच्चिदानंद നാരായണ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കലിയുഗത്തിന്റെ മഹാത്മ്യം പൂന്താനം പറഞ്ഞിട്ടുള്ളത് വായിച്ചിട്ടുണ്ടായിരുന്നു. കലിയുഗത്തിൽ ജനിച്ചത് കൊണ്ടുള്ള വലിയൊരു നേട്ടം എന്താണ്, കലിയുഗത്തിന്റെ പ്രാധാന്യം, അതേപോലെ ഭാരതഖണ്ഡത്തിന്റെ പ്രാധാന്യം, ഭാരതഖണ്ഡത്തിന്റെ മഹിമ, നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യം, ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പൂന്താനം പറയുന്നത് കലിയുഗം, യുഗം 4-ലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത് ഈ കലിയുഗത്തിലാണ്. മറ്റു യുഗങ്ങളിലൊക്കെ വലിയ വലിയ തപസ്യകൾ ചെയ്യണം, ധ്യാനം ചെയ്യണം, വലിയ വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ കലിയുഗത്തില് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വളരെ എളുപ്പമാണ്. യുഗം 4-ലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. വളരെ ഈസി മെത്തേഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡാണ് കലിയുഗത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ്? തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റില്ലേതും യത്നമറിഞ്ഞാലും. തിരുനാമ സങ്കീർത്തനമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മാർഗം അല്ലെ. ഭഗവാന്റെ നാമം വെറുതെ ജപിച്ചാൽ മതി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ജപിച്ചാൽ മാത്രം മതി. നമുക്ക് ഈ കലിയുഗത്തില് മോക്ഷമുണ്ടാകും, അല്ലെങ്കിൽ മുക്തി ഉണ്ടായി നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. വളരെ ഈസിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ കലിയുഗത്തിൽ, കലികാലത്തിൽ, ഭാരതഖണ്ഡത്തിൽ, കലിയുഗത്തിൽ ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ള മനുഷ്യന്മാരെ കുറിച്ച്, മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള ജീവാത്മാക്കളെ കുറിച്ച് ദേവന്മാരെന്താണ് പറയുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾക്ക് അതേപോലെ ഒരു ജന്മം കിട്ടിയില്ലല്ലോ. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ, യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ എന്ന് അവര് പരിതപിക്കുകയാണ്. ഈ കലിയുഗത്തിലുള്ള മനുഷ്യന്മാർക്ക് എന്ത് ഭാഗ്യമാണ്! പ്രത്യേകിച്ചും ഭാരത ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യർക്ക് എത്ര ഭാഗ്യമാണ്! അവരെല്ലാവരും ദേവന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്? അവര് ദേവലോകത്ത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് മനുഷ്യന്മാരുടെ ആയുസ് തീരുന്നുണ്ട് അല്ല. അവരുടെ ആയുസ്സും മനുഷ്യന്മാരുടെ ആയുസ്സും വളരെ വ്യത്യാസമുണ്ട്. അവര് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരൊക്കെ, ഭാരതഭൂമിയിലുള്ള മനുഷ്യരൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത് അവർ കാണുന്നുണ്ട് അല്ലെ. ഹരേ കൃഷ്ണ എന്ന് ജപിച്ച് ശരീരം വെടിയുന്നവരൊക്കെ വൈകുണ്ഠ ലോകത്തിലേക്കാണ് പോകുന്നത്. അത് ഈ സ്വർഗലോകമൊക്കെ കടന്നു പോകും. അപ്പൊ സ്വർഗലോകത്തിനെ പാസ് ചെയ്ത് അങ്ങനെ പോകുന്ന സമയത്ത് ഈ ദേവന്മാരൊക്കെ പറയുന്ന കാര്യമാണ്. എന്താണ്? അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ, യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഭൂമിയിൽ നിന്നും ഇങ്ങനെ ജീവാത്മാക്കളൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകുന്നത് അവർ കാണുന്നുണ്ട്. ഇത്രയും വലിയ ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഈ ആയുസ്സൊക്കെ കഴിയണം. ദേവന്മാരുടെ ആയുസ് വളരെ കൂടുതലാണ്. ആയുസ് കഴിഞ്ഞ് ഇനി ഒരു കലിയുഗത്തിന് കാത്തിരിക്കണം. അതും ഭാരതഭൂമിയിൽ ജനിക്കണം, പിന്നെ മനുഷ്യനായിട്ട് ജനിക്കണം. ഇതൊക്കെ എപ്പോഴാണ് സാധിക്കുന്നതെന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ല. നേരിട്ട് പോയി മനുഷ്യനായിട്ടുള്ള ജന്മം കിട്ടുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു 80 ലക്ഷം ശരീരങ്ങളുണ്ട്.
മനുഷ്യനല്ലാതെ. ജലജ നവലക്ഷാനി എന്ന് പറഞ്ഞിട്ട് സ്ഥാവര ലക്ഷവിംശതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. കൃമയോ രുദ്രസംഖ്യാക്യ പക്ഷീണാം ദശലക്ഷണം ത്രിംസം ലക്ഷാണി പശവ ചതുർലക്ഷാനി മാനവ എന്ന് പറഞ്ഞിട്ട് 80 ലക്ഷം മനുഷ്യന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അവസാനം മനുഷ്യജന്മം കിട്ടാൻ. അപ്പൊ അതൊക്കെ എപ്പോഴാണ് ഇനി നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ദേവന്മാർ പറയുന്ന കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പൂന്താനം നമ്മളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആ ദേവന്മാർ പോലും കൊതിക്കുന്ന മനുഷ്യജന്മം നമ്മൾക്കിവിടെ ഭാരതഭൂമിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഭഗവാന്റെ നാമം ജപിക്കാത്തത് എന്നാണ് പൂന്താനം അത്ഭുതപ്പെടുന്നത് അല്ലെ. കാലം ഇന്നു കലിയുഗമല്ലയോ, ഭാരതം ഈ പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മയെ നന്നായി നിരൂപിപ്പിനെല്ലാരും. ഹരിനാമങ്ങൾ ഇല്ലാതെ പോകുകയോ, ഭഗവാന്റെ നാമങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? നരകങ്ങളിൽ പേടി കുറയുകയോ, ഇനി നമ്മള് നരകങ്ങളിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണോ? നാവ് കൂടാതെ ജന്മമതാകയോ, ഇനി നമ്മൾക്ക് നാക്കില്ലാഞ്ഞിട്ടാണോ? നമുക്കിനി വിനാശമില്ലായകയോ, അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും മരിക്കാതിരിക്കാൻ പോവുകയാണോ? എന്തുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കാത്തതെന്ന് പൂന്താനത്തിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇത്രയും വലിയൊരു ചാൻസ് കിട്ടിയിട്ട് നമ്മൾ അത് നശിപ്പിച്ചു കളയുകയാണ് എന്നാണ് പൂന്താനം പറയുന്നത്. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേന. ഇത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ട് അത് ഒഴിവാക്കുകയാണെങ്കിൽ അതെന്താണ് അവർ ചെയ്യുന്നത്? ചുട്ടു തിന്നുന്നു ജന്മം പഴുതേന. അത് നമ്മൾ വേസ്റ്റാക്കി കളയുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം എത്ര കാലം പ്രയാസപ്പെട്ടിട്ടാണ് മനുഷ്യജന്മം കിട്ടിയത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഒരുപാട് ജന്മം നമ്മൾ മറ്റ് ജീവികളായിട്ട് കടന്നുപോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അത് വന്നിട്ട് ഈ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം. മർത്യജന്മം ദുർലഭം മാനുഷം ജന്മം എന്ന് ഭാഗവതത്തില് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത്രയും ജന്മങ്ങളൊക്കെ കഴിഞ്ഞാലും നമ്മൾക്ക് മനുഷ്യജന്മം കിട്ടുകയുള്ളൂ. മർത്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും. ഒരു മനുഷ്യ ഗർഭപാത്രത്തിൽ നമ്മൾ വീണത് അത്ര എളുപ്പത്തിലല്ല, ഒരുപാട് പ്രയാസപ്പെട്ടതിന് ശേഷമാണ് എന്നുള്ള കാര്യം പൂന്താനം പറയുക. ഇനി ആ മനുഷ്യജന്മം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് ചെലവാക്കുന്നത് എന്നാണ് പൂന്താനം പറയുന്നത് അല്ലെ. 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി. അതൊക്കെ കമ്പൽസറി ആയിട്ട് അങ്ങനെ തന്നെ പോകും അല്ലെ. 10 മാസം നിർബന്ധമായിട്ട് നമ്മൾ വയറ്റിൽ തന്നെ കഴിയണം, വേറൊരു മാർഗമില്ല. 10 പന്തിരാണ്ട് ഉണ്ണിയായിട്ടും പോയി. ഉണ്ണിയായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാണ്ട് പോയി അല്ലെ. മനുഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ 10-12 വർഷം കളിച്ചും ചിരിച്ചും ഒക്കെ പോയി, ഒന്നും അറിയാണ്ട് അച്ഛന്റെയും അമ്മയുടെയും തണലിൽ അങ്ങനെ പോയി. പിന്നെ എന്താണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് തന്നെത്താൻ അഭിമാനിച്ചു പിന്നീടും തന്നെത്താൻ അറിയാതെ കഴിയും. എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തില് എന്താണ് ചെയ്യുന്നത്? തന്നെത്താൻ അറിയാതെ കഴിയുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള ആ വലിയ ഭാഗ്യത്തിനെ കുറിച്ച് അറിയാണ്ട് സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. ഇനി നമുക്ക് ഇന്നത്തെ ആ ഒരു ഭാഗം വായിക്കാം. അതില് നമ്മുടെ ആയുസിന്റെ ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച്, ആയുസിന്റെ സത്യത്തിനെ കുറിച്ച് നമ്മൾക്കറിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് മനുഷ്യജന്മം ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അത് നമ്മൾക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. അഞ്ജലി ആരാധ്യ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ മാതാജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എത്ര കാലം ഇരിക്കുമിനിയെന്നും സത്യമോ നമുക്കേഴുമൊന്നില്ലല്ലോ. നീർപോള പോലെയുള്ളൊരു ദേഹത്തിൽ
വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകും അതെന്നെ പറയാവൂ. അത്രമാത്രം ഇരിക്കുന്ന നേരത്തു എത്തിച്ചിടുന്നതില്ല തിരുനാമം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായാടുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി മെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ കൃത്തിക്കുന്നു ചിലർ. മന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്നിച്ചത്തെ പറയുന്നിതു ചിലർ. കണ്ട നമ്മുടെ സംസാരം കൊണ്ടത്തെ വിശ്വമീ വണ്ണം നിൽപ്പോവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടും കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മഭൂമിനിക്കൊക്കായെന്നും ചിലർ. അർത്ഥശക്തിയോ വിരുതി വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിരു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിരു ചിലർ. മത്തേവം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ ദൂരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടും നീതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ധൂർത്തരായി എപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും. ആശയായുള്ള പാശമതിങ്കെന്നും വേറിടാതെ കരയുന്നു നിൽക്കുമേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി ആൻഡ് ആരതി മാതാജി ആൻഡ് സ്വപ്ന മാതാജി. ഹരേ കൃഷ്ണ. യെസ്. ഇത്രകാലം ഇരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമില്ലല്ലോ. നീർപ്പോള പോലെയുള്ള ഒരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തുപോകും അതെന്നെ പറയാമോ. നമ്മുടെ ആയുസ്സിന് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നാണ് പൂന്താനം പറയുന്നത്. അല്ല, ഇത്ര കാലം ഇരിക്കും ഇനിയെന്നും സത്യമോ, അതിന് യാതൊരു സത്യവുമില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരുപാട് കാലം ജീവിക്കുമെന്നാണ്. അല്ല, പക്ഷെ അതിനെന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ, അതിനെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല. നമ്മൾ അങ്ങനെ സങ്കല്പിക്കുകയാണ്, നമ്മൾ ഒരുപാട് കാലം ജീവിക്കും എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണ്. ഇത്ര കാലം ഇരിക്കും ഇനി എന്നും സത്യമോ നമുക്കേതും ഒന്നില്ലല്ലോ, ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ഒരുപാട് കാലം ജീവിക്കുമെന്നാണ്. പക്ഷെ ആ സത്യം പൂന്താനം പറയുകയാണ്, നീർപ്പോള പോലെയുള്ള ഒരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണാം. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നീർപ്പോള പോലെയാണ്. നീർപ്പോളയുടെ പ്രത്യേകത എന്താണ്? എപ്പോ വേണമെങ്കിലും പൊട്ടാം. അല്ലെ, നീർപ്പോള എത്ര നേരം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നീർപ്പോള പോലെയുള്ള ഒരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു. ഇപ്പൊ നമ്മൾക്ക് അതിൽ ജീവൻ കാണുന്നുണ്ട്, വീർപ്പ് കാണുന്നുണ്ട്. പക്ഷെ അതെപ്പോഴാണ് പൊട്ടിപ്പോകുന്നതെന്ന് ഒരിക്കലും ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നാണ് പറയുന്നത്.
ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തു പോകുന്നതെന്നേ പറയാവൂ. ഓർത്തറിയാതെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാതെ, ഈ മനുഷ്യജന്മത്തിന്റെ ഇമ്പോർട്ടൻസ് അറിയാതെ നമ്മൾ ശരീരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് നേർത്തു പോകും അതെന്നേ പറയാവൂ. നേർത്തു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ് കുറഞ്ഞു കുറഞ്ഞു പോകും അല്ലെ. ആയുസ് കുറയുന്നുണ്ട് എന്നുള്ള കാര്യം പൂന്താനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. ഒരു വ്യക്തി നമ്മൾ പറയും ദീർഘായുസാണ്. ദീർഘായുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 വയസ്സ് അല്ലെ. 100 വയസ്സ് ജീവിച്ചിരിക്കും എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരുപാട് കാലം നമ്മൾ ജീവിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയൊന്നും ഇല്ല 100 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല. 100 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എത്ര ദിവസമാണ്? 36,500 ദിവസമാണ് 100 വർഷം എന്ന് പറഞ്ഞു. 36,500 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 100 വർഷം കഴിഞ്ഞു അല്ലെ. ഇപ്പൊ ഓരോ ദിവസം കഴിയുമ്പോൾ അതിൽ ഓരോ ദിവസം അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. 50 വർഷം ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പകുതിയേ ഉള്ളൂ അല്ലേ. 18,250 ദിവസമേ ഉള്ളൂ. 18,250 ദിവസമാണ് 50 വർഷം. 50 വർഷം എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറെ ഉള്ളത് പോലെ തോന്നും. പക്ഷെ എത്ര ദിവസമേ ഉള്ളൂ? 18,250 ദിവസമേ ഉള്ളൂ. അതിൽ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ദിവസം കുറയും അല്ല. അപ്പൊ അത്രയും കഴിഞ്ഞു പോയി. പിന്നെ ഒരു 10 വർഷം കൂടി നമ്മൾ ജീവിച്ചിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. 10 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസമാണ്? 3,650 ദിവസമേ ഉള്ളൂ അല്ലെ. 3,650 ദിവസമേ ഉള്ളൂ 10 വർഷം. 10 വർഷം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കുറെ ഉള്ളത് പോലെ തോന്നും. 3,650 ദിവസത്തിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ അതിലൊരു ദിവസം കഴിഞ്ഞു. പിന്നെ 50 ഇല്ല, 45 ഉള്ളൂ. ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും നേർത്തു പോകും അതെന്നേ പറയാവൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മളെ ആയുസ് തീർന്നു പോകുന്നുണ്ട് എന്ന് പറയും. അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ആയുസ് എന്നാണ് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അനന്തമായിട്ട് നീണ്ടു നിൽക്കുന്നതല്ല നമ്മുടെ ആയുസ്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ലാതിരുന്നാമം. ഇത്ര വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമം കീർത്തിക്കുകയാണ് വേണ്ടത് അല്ലെ. ഭഗവാന്റെ നാമം കീർത്തിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് വേണ്ടത്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. കീർത്തിച്ചിടുന്നതില്ലാതിരുനാമം. ഇത്രയും ഈസിയാണ് കലിയുഗത്തിൽ. നമുക്ക് ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? എങ്ങനെയൊക്കെയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്? എന്തൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ അടുത്ത പദ്യങ്ങളിൽ, അടുത്ത വരികളിൽ പൂന്താനം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചില ആളുകൾക്ക് ഇവിടെ വലിയ വലിയ സ്ഥാനങ്ങൾ ലഭിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റുകൾ ലഭിക്കണം, അല്ലെങ്കിൽ ഇലക്ഷനിൽ ജയിക്കണം, ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള മത്സരമാണ് അല്ലെ. മതമത്സരം ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ. അവരെ തോൽപ്പിക്കണം അല്ലെ. മറ്റുള്ള അതെന്റെ ശത്രുവാണ്, അയാളെ തോൽപ്പിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സമയം, ആയുസ് അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായി ആടുന്നിതു ചിലർ. ചില ആളുകൾ സ്ത്രീകളുടെ പുറകെ നടന്നിട്ട് സമയം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ ആയുസ് അതിനു വേണ്ടി തീർക്കുന്നു എന്ന് പറയുന്നു. കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. കോലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര സ്ഥലങ്ങൾ, കൊട്ടാരങ്ങൾ. ഇന്ന് എവിടെയാണോ അധികാരമുള്ളത് അവിടെ ആരെങ്കിലുമൊക്കെ സോപ്പടിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി കുറെ ആളുകൾ അങ്ങനെയും നടക്കുന്നുണ്ട് എന്ന് പറയും. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചില ആളുകൾ ഈശ്വര സേവയാണ് ചില ആളുകളുടെ ജോലി. അതെ, അതും കലിയുഗത്തിന്റെ ഒരു ഭാഗമാണ്. പണ്ടത്തെ കാലത്ത് ആളുകൾ ഈശ്വര സേവനം ചെയ്തിരുന്നത് എന്തിനാണ്? ആത്മീയ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ കലിയുഗത്തിൽ അത് ജോലിയായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയും ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്നു എന്ന് പറയുന്നു. പിന്നെ ചില ആളുകൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നേരെ വിപരീതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അതും പൂന്താനം ഓരോന്നും ഉദാഹരണ സഹിതം എടുത്തു പറയുന്നുണ്ട്. ഈ ഉദാഹരണങ്ങളൊക്കെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ ആസുരിക സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ പറയുന്ന എല്ലാ ഗുണങ്ങളും ഇവിടെ പൂന്താനം ഉദാഹരണ സഹിതം പറയുന്നതായിട്ട് നമുക്ക്
കാണാൻ സാധിക്കും. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. അല്ലെ, ഗൃഹസ്ഥന്റെ ഡ്യൂട്ടി എന്താണ്? ആ കുടുംബത്തിനെ പുലർത്തുക എന്നുള്ളതാണ്. കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അത് ഗൃഹസ്ഥന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ അതൊന്നും ആളുകൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ചുമതലയാണ് യൗവനകാലത്ത്. പ്രായമായി കഴിഞ്ഞാൽ പുത്രൻ നോക്കുമെന്നാണ് പറയുന്നത്. ചെറുപ്പകാലത്തില് പിതാവാണ് നോക്കേണ്ടത്, യൗവനകാലത്ത് ഭർത്താവാണ് സംരക്ഷിക്കേണ്ടത്. പക്ഷെ ആ സംരക്ഷണവും കൊടുക്കുന്നില്ല ചില ആളുകൾ എന്ന് പറയുന്നു. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവേ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സജ്ജനങ്ങൾ, ഇവിടെ സത്തുക്കൾ എന്ന് പറയുന്നത് സജ്ജനങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർ, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് വലിയ ഇറിറ്റേഷൻ ഉണ്ടാവും. ഇവനാരാണ് എന്നോട് പറയാൻ എന്ന് പറഞ്ഞിട്ട് അവര് ദേഷ്യപ്പെടും. അല്ലെ, ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ എന്ന് പറയും. അത് സ്വീകരിക്കാതെ അവരെതിർക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നത് ചിലർ. നമ്മൾ ആരാധിക്കേണ്ട വ്യക്തികളെ അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ട വ്യക്തികളെ അവരെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ഇതൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്ന ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ആണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആസുരിക സ്വഭാവമായിട്ട് പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം. ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദം ആസുരീം എന്ന് ഭഗവത്ഗീതയിൽ പറയും. അതിൽ എല്ലാ ക്വാളിറ്റീസും ഇവിടെ പൂന്താനം ഓരോന്നോരോന്നായിട്ട് പറയുന്നു. അല്ലെ, ക്രോധത്തിനെ കുറിച്ച് പറഞ്ഞു. ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ശിക്ഷിച്ചു ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നാണ് ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചിലപ്പോൾ ശിക്ഷിക്കുക എന്ന് കേൾക്കുമ്പോൾ അവരെ പണിഷ് ചെയ്യുക എന്ന് വിചാരിക്കും. ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ എന്ന് പറയുന്നത് അവർക്ക് മാർഗനിർദ്ദേശം നൽകുമ്പോൾ എന്നാണ് അർത്ഥം. അവരത് സ്വീകരിക്കുന്നില്ല, ക്രുദ്ധിക്കുന്നു എന്ന് പറയുന്നു, ക്രോധം. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നത് ചിലർ. ഇതെന്താണ്? പാരുഷ്യം, പരുഷമായിട്ട് പെരുമാറുക. വന്ദിക്കേണ്ടുന്നവരെ നിന്ദിക്കുക, അത് പാരുഷ്യമാണ്. ക്രോധം പാരുഷ്യം. പിന്നീട് അഭിമാനം. എന്താണ്? കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പൂ എന്നും ചിലർ. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഈ കാര്യമൊക്കെ നടന്നിട്ടുള്ളത്, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ കാര്യം നടന്നിട്ടുള്ളത് എന്ന് പറയും. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറയും. അല്ലെ, അതാണ് അഭിമാനം എന്ന് പറയുന്നത്. കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വം ഈ വണ്ണം നിൽപ്പൂ എന്നും ചിലർ. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ചില ആളുകൾ വിചാരിക്കും. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്ക എന്നും ചിലർ. അത് ദമ്പം. അല്ലേ, എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ചില ആളുകൾ വിചാരിക്കും. എന്നെ പോലെ ആരുമില്ല. കോന്യോസ്തി സദൃശോമയ എന്ന് ഭഗവത്ഗീതയിൽ ചോദിക്കുന്നുണ്ട്. കോന്യോസ്തി സദൃശോമയ, എന്നെ പോലെ ആരാണുള്ളത്? ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്ക എന്ന് ചിലർ. ബ്രഹ്മാവ് പോലും ഇത്ര ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. അല്ലെ, ബ്രഹ്മാവിന് പോലും ഇത്ര തപസ്സില്ല എന്നൊക്കെ ചില ആളുകൾ പറയും. സ്വയം പുകഴ്ത്തി പറയും. അത് ദമ്പമാണ്. എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നുള്ളൊരു ചിന്ത. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു പറയുന്നു, അർത്ഥാശയ്ക്ക് വിരുദ് വിളിപ്പിക്കാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. ചില ആളുകൾ യജ്ഞങ്ങളൊക്കെ ചെയ്യും. കലിയുഗത്തിൽ വലിയ വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്യും. കലിയുഗത്തിലേക്ക് പറഞ്ഞിട്ടുള്ള യജ്ഞം എന്താണ്? ഹരിനാമ സങ്കീർത്തനമാണ്. അല്ലെ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചാൽ തന്നെ കലിയുഗത്തിലേക്കുള്ള യജ്ഞമായി. നമ്മൾ വലിയ വലിയ വേറെ യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വൈദിക വിധി പ്രകാരമല്ല കലിയുഗത്തില് ചെയ്യുന്നത്.
പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്? അർത്ഥാശയ്ക്ക് വിരുദ് വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യും നിരോധിച്ചില്ല. അർത്ഥാശയ്ക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് പണം കളക്ട് ചെയ്യാൻ പറ്റും. പണത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് ചില ആളുകൾ ചെയ്തു കൂട്ടുന്നു എന്ന് പറയും. വിധിപ്രകാരമല്ലാതെ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയും. അത് ചില ആളുകളുടെ ബിസിനസ്സാണ് എന്ന് പറയും. ഇപ്പൊ പൂന്താനത്തിന്റെ കാലത്തും ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കുറെ ആളുകൾ ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യും. ഒരുപാട് പണം നേടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷമാകും എന്ന് വിചാരിച്ചിട്ടാണ് അവർ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ പൂന്താനത്തിന്റെ കാലത്തിലെ ബിസിനസിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്ന രുചികൾ. സ്വർണത്തിന്റെ ബിസിനസ്, നവരത്നങ്ങൾ, രത്നങ്ങളുടെ ബിസിനസ്, മത്തേപം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങൾ അതുകൊണ്ടും. മത്തേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയുടെ ബിസിനസ്, അതേപോലെ കുതിരയുടെ ബിസിനസ്. അന്നത്തെ കാലത്ത് അവർ സഞ്ചാരത്തിന് വേണ്ടിയിട്ട് കുതിരയും ആനയൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആന കച്ചവടം, കുതിര കച്ചവടം എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ കാലം നമ്മൾ സഞ്ചാരത്തിന് കാറ്, ബൈക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ന് അതാണ് ഉപയോഗിക്കുന്നത്. കാറിന്റെ ബിസിനസ്, കാർ ഷോറൂമുകളൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത്രയുമല്ല, കപ്പൽ വെച്ചിട്ടും എത്ര നേടുന്ന ഇതർത്ഥം ശിവ. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് കപ്പൽ ഉണ്ടാക്കിയിട്ടും വലിയ വലിയ ഷിപ്പുകൾ ഉണ്ടാക്കിയിട്ടും അവർ ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരുപാട് ധനം അവർ സമ്പാദിച്ച് കൂട്ടുന്നുണ്ട്. വൃത്തിയും കെട്ട് ദൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. ഇതിലൊന്നും യാതൊരു ധാർമ്മികതയും ഇല്ല. ധാർമ്മികതയും ഇല്ലാതെ തന്നെ അവർ കച്ചവടം ചെയ്യുന്നു. ധാർമ്മികതയുടെ പൊടി പോലും ഇല്ലാതെ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നു. എന്ത് മാത്രമാണ് ഉദ്ദേശം? പണം സമ്പാദിക്കണം, എങ്ങനെങ്കിലും പണം സമ്പാദിക്കണം എന്ന് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം ആസുരികമായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആശാപാശസതൈർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ. കാമം സാധിക്കാൻ വേണ്ടി അന്യായമായിട്ടെങ്കിലും അവർ അർത്ഥം സഞ്ചയിക്കുമെന്ന് പറയും. ന്യായം അന്യായം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പണം സമ്പാദിച്ചാൽ മതി. കലിയുഗത്തിൽ പണം സമ്പാദിക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ, അല്ലേ? സത്യത്തിന്റെ പേരിൽ ആരെങ്കിലും പണം സമ്പാദിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ വലിയ വിഡ്ഢിയാണ് കലിയുഗത്തിൽ. ആരാണോ പണം സമ്പാദിക്കുന്നത് അത് മറ്റുള്ളവരെ കൊന്നിട്ടോ കൊള്ളയടിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആരായി? സമൂഹത്തിൽ ഡീസന്റ് ആയിട്ടുള്ള വ്യക്തിയായി. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വിത്തമേവ മനുഷ്യാണ് എന്ന് പറയുന്നുണ്ട്. വിത്തമാണ് നോക്കുന്നത് കലിയുഗത്തിലെ ആളുകൾ, സ്വഭാവം നോക്കുകയില്ല. നിങ്ങൾക്ക് നല്ല സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല കലിയുഗത്തില്. മറ്റുള്ള യുഗങ്ങളിൽ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് ഒരാളുടെ ഔന്നത്യം കണക്കാക്കിയിരുന്നത്. ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്ന വ്യക്തിയാണ്, സ്വഭാവം മോശമാണെങ്കിലും നിങ്ങൾ താഴ്ന്ന വ്യക്തിയാണ് എന്ന് പറയും. പക്ഷെ കലിയുഗത്തിൽ എങ്ങനെയാണ്? പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്ന വ്യക്തിയാണ്, പണമില്ലെങ്കിൽ നിങ്ങൾ വളരെ മോശം ആളാണ്, ഒന്നിനും പറ്റാത്ത ഒരാളാണെന്ന് പറയും. കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ന്യായമായിട്ടോ അന്യായമായിട്ടോ ഒക്കെ അവര് പണം സമ്പാദിക്കുക, അന്യായേന അർത്ഥസഞ്ചയാൻ, അന്യായമായിട്ടെങ്കിലും അവർ അർത്ഥം സഞ്ചയിക്കാൻ ശ്രമിക്കും എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടെ പൂന്താനം വിശദീകരിച്ച് പറയുന്നു. പക്ഷെ ആ അർത്ഥം, നമ്മൾ പണം എത്ര സമ്പാദിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് യഥാർത്ഥ തൃപ്തി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, മനസ്സിനൊരിക്കലും തൃപ്തി കിട്ടുന്നില്ല. കാരണം എന്താണ്? പണം കൊണ്ടല്ല നമ്മുടെ മനസ്സിൽ തൃപ്തി ഉണ്ടാകുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അല്ലെ? ഭഗവാനെ കുറിച്ച് അറിയുമ്പോഴാണ്, ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥ തൃപ്തി ഉണ്ടാകുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഭഗവാനാണ്. ആ ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിന് തൃപ്തിയും ശാന്തിയും അനുഭവിക്കാൻ സാധിക്കുന്നു. അതിന് പകരം ആളുകൾ എന്ത് വിചാരിക്കുന്നു? പണം കൊണ്ട് തൃപ്തിപ്പെടുത്താം, പണം കൊണ്ട് എനിക്ക് സന്തോഷം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പണം അവര് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ നിരർത്ഥകതയെ കുറിച്ച് ഇവിടെ പൂന്താനം പറയുന്നുണ്ട്. അർത്ഥമെത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. നമ്മൾ എത്ര കൂമ്പാരം പണം കൂട്ടിയാലും നമ്മുടെ മനസ്സിനൊരിക്കലും തൃപ്തിയാവുകയില്ല. അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ് എന്ന് പറയും.
10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. അല്ല, 10 കിട്ടിയാൽ 100 ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് വിചാരിക്കും. 100 ആണെങ്കിൽ 1000 ആണെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നത്. 1000 ആണെങ്കിൽ 10,000 ആണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കും. ഇത് അന്നത്തെ കാലത്താണ്, 400 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാര്യമാണ് പൂന്താനം പറയുന്നത്. ഇന്നത്തെ കാലത്ത് 1000 അല്ല, 10ഉം 100ഉം ഒന്നും അല്ല, അല്ലെ, കോടികളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്ര കോടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇത്ര കോടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ബിസിനസ് ആളുകൾ ചിന്തിക്കുന്നത്. ആശയായുള്ള പാശമതിങ്കേന്ന് വേർവിടാതെ കരയേറുന്ന മേൽക്കുമേൽ. എത്ര കിട്ടിക്കഴിഞ്ഞാലും മതി എന്ന് പറയാൻ മനസ്സൊരിക്കലും തയ്യാറാകില്ല. ഇനിയും കൂടുതൽ കൂടുതൽ വേണമെന്ന ആയുസ് കഴിയുന്നത് വരെ അയാളായിട്ട് ഓടിക്കും. ആരാണ് ഓടിക്കുന്നത്? മനസ്സാണ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അയാളുടെ ആയുസ് തീരുകയും ചെയ്യും. ഇവിടെ എന്താണ് പറയുന്നത്? ആശാപാശ ശതൈർബദ്ധ. ആശാപാശം കൊണ്ട്, ആശാപാശ ശതം എന്ന് പറഞ്ഞു, 100 കണക്കിന് ആശ കൊണ്ട് ആ വ്യക്തി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരാഗ്രഹം കഴിയുമ്പം വേറൊരാഗ്രഹം, ആ ഒരാഗ്രഹം കഴിയുമ്പം വേറൊരാഗ്രഹം. ഒരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ വേറൊരു മോഡൽ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു, ഈ കാറിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സ് പറയും. അതായിരുന്നെങ്കിൽ നന്നായിരുന്നു, അതായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എപ്പോഴും എന്ത് കിട്ടിയാലും മനസ്സങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാണ് ആശാപാശ ശതൈർ ബദ്ധേർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സമ്പത്തൊക്കെ ഉണ്ടാക്കി അതിൽ ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. സത്തുക്കൾ ചെന്നിരുന്നാലായ അർത്ഥത്തിൽ സ്വല്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. സത്തുക്കൾ, ഭഗവാന്റെ ഭക്തന്മാര് അല്ലെങ്കിൽ ധാർമ്മികരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ധാർമ്മിക ആവശ്യത്തിന് വേണ്ടി, ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഒരു ഭഗവത്ഗീത വാങ്ങിച്ചോളൂ, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരാട്ടി പറഞ്ഞേക്കും. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. എല്ലാവരുമല്ല, ചില ആളുകൾ എന്നാണ് പൂന്താനം പറയുന്നത്. ചില ദുഷ്ടന്മാർ. എല്ലാവരും ദുഷ്ടന്മാരാണെന്ന് പൂന്താനം ഒരിക്കലും പറയുന്നില്ല, അല്ലെ. സത്തുക്കൾ ചെന്നിരുന്നാലായ അർത്ഥത്തിൽ സ്വല്പമാത്രം കൊട ചില ദുഷ്ടന്മാർ, ചില ആളുകൾ മാത്രം അങ്ങനെയാണ് എന്ന് പറയും. ചത്തുപോകും നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാൻ ഒരു തർക്കും. അതൊരു ഫാക്ട് പൂന്താനം പറയുന്നതാണ്. എന്താണ്? ചത്തുപോകും നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരു തിരക്കും. മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഡ്രസ്സ് പോലും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, അല്ലെ. എന്താണോ കൊണ്ടുവന്നത് അത് മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ. എങ്ങനെയാണോ നമ്മൾ വന്നത് അതുപോലെ തന്നെയാണ് തിരിച്ച് പോകുന്നത്. നമ്മൾ ഒഴിഞ്ഞ കൈയുമായിട്ട് വന്നു, ഒഴിഞ്ഞ കൈയുമായിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്ന് പറയും. എത്ര സമ്പാദിച്ച കോടീശ്വരനാണെങ്കിലും അദ്ദേഹത്തിന്റെ ഡ്രസ്സ് പോലും അദ്ദേഹം കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നു. ചത്തുപോകുന്ന നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപം ഒരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. പക്ഷെ ഇതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആളുകൾക്ക് ഇതൊന്നും ചിന്തിക്കാൻ സമയമില്ല. അവര് എങ്ങനെയെങ്കിലും വിശ്വാസവഞ്ചന ചെയ്തിട്ടോ ആളുകളെ പറ്റിച്ചിട്ടോ ഒക്കെ സമ്പത്ത് കൂട്ടാനാണ് ശ്രമിക്കുന്നത്. വിശ്വാസപാതകത്തെ കരുതുന്നു. മറ്റുള്ളവരെ പറ്റിക്കുന്ന ആളുകളാണ് എക്സ്പേർട്ടുകൾ എന്നാണ് കലിയുഗത്തിൽ പറയുന്നത്, അല്ലെ. ഞാൻ വലിയ ബുദ്ധിയുള്ള ആളാണ് എന്ന് കലിയുഗത്തിൽ ആരെ പറ്റിയാണ് പറയുന്നത്? മറ്റുള്ളവരെ പറ്റിക്കാൻ കഴിയുന്ന ആളുകള് വലിയ ബുദ്ധിമാനാണ്. സത്യസന്ധമായിട്ട് ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്? അതൊരു മണ്ടനാണ് എന്ന് പറയും. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ അവര് മറ്റുള്ളവരെ പറ്റിച്ച എക്സ്പേർട്ടാണ് എന്ന് വിചാരിക്കുന്നു എന്നാണ്. വിശ്വാസ പാതകത്തെ കരുതുന്നു. പശ്ചാത്താപം ഒരെള്ളോളമില്ലാതെ, അവരുടെ ഉള്ളിൽ ഒരു തെറ്റു ചെയ്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ അസത്യം പറഞ്ഞതിനെ കുറിച്ചോ ഒരു ലജ്ജയും അല്ലെങ്കിൽ പശ്ചാത്താപവും അവർക്ക് ഉണ്ടാകുന്നില്ല എന്ന് പറയും. അവർ അത്രയും താഴ്ന്നുപോയി, അവരുടെ മാനസിക നിലവാരം അത്രയും താഴ്ന്നുപോയി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നതോ ചിലർ. നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ആ ഒരു ധനത്തിലുള്ള ആശ, ആഗ്രഹം മൂലം നമ്മുടെ സത്യസന്ധതയും ധർമ്മനിഷ്ഠയും ഒക്കെ നശിച്ചുപോയി എന്നാണ് പറയുന്നത്. നശിച്ചു പോകുന്നു എന്നാണ് പൂന്താനം പറയുന്നത്. യഥാർത്ഥത്തിൽ സത്യം ദീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വരനെ ആശ്രയിക്കുന്നതിന് തുല്യമാണ്.
ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ്. കാരണം എന്താണ്? സത്യം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. സത്യം പരം ധീമഹി എന്ന് ഭാഗവതത്തിൽ പറയും. ഓം നമോ ഭഗവതേ വാസുദേവായ. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ എന്താണ്? സത്യം, യഥാർത്ഥ സത്യം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് സത്യം എന്ന് പറയും. അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അല്ലെ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധൻ, ക്ഷമ, ധമ, തിദിക്ഷ, ആർജവം. ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധതയാണ്. ആ സത്യസന്ധത പുലർത്തുന്നവനെ ഭഗവാനെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. സത്യം എന്നത് ബ്രഹ്മമതു തന്നെ എന്ന് പറയും. സത്യം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് കരുതുന്നു സത്തുക്കൾ. ഭക്തന്മാരെന്നാണ് വിചാരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് സത്യം എന്നാണ് അവര് വിചാരിക്കുന്നത്. പക്ഷെ ആ ക്വാളിറ്റീസ് ഒന്നും കലിയുഗത്തിൽ നമ്മൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊന്നും കണക്കാക്കാതെയാണ് ആളുകൾ അവരുടെ ആ ലൈഫ്, അവരുടെ ആയുസ് മുഴുവൻ തീർക്കുന്നത്. പല രീതിയിൽ അവർ ആയുസ് തീർക്കുകയാണ് എന്ന് പറയുന്നു. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദവം. നമ്മൾ ഈ ശ്ലോകം വായിച്ചിട്ടില്ലല്ലോ, വായിച്ചിട്ടില്ല. രണ്ടാമത്തെ ഭാഗം കൂടി വായിച്ചോ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. സത്തുക്കൾ ചെന്നിരുന്നാളായത്തത്തിൽ സ്വൽപ്പമാത്രം ഓടാ ചില ദുഷ്ടന്മാർ, ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും പശ്ചാത്താപമൊരെല്ലോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. വൃത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോം. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ, സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ കൃഷ്ണ കൊണ്ടേ ഭ്രമിക്കും ഇതൊക്കെയും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി ആൻഡ് രതി മാതാജി. ഹരേ കൃഷ്ണ. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ എന്ന് പറയും. വിദ്യ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അധ്യാത്മവിദ്യാ വിദ്യാനാം എന്ന് ഭഗവാൻ പറയുന്നത്. അല്ല, അധ്യാത്മവിദ്യ വിദ്യാനാം. എന്തിനാണ് വിദ്യ? ഭഗവാനെ കുറിച്ച് അറിയാനും നമ്മളെ കുറിച്ച് അറിയാനാണ് വിദ്യ. അതാണ് വിദ്യയുടെ ലക്ഷണം. വിദ്യ വിനയസമ്പന്നെ എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ യഥാർത്ഥ വിദ്യ നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് യഥാർത്ഥ വിനയമുണ്ടാകും എന്നാണ് പറയുന്നത്. അല്ലെ, അപ്പൊ നമ്മൾക്ക് എഡ്യൂക്കേഷൻ കൂടുന്തോറും എന്തുണ്ടാകുമെന്നാണ് പറയുന്നത്? വിനയമുണ്ടാകും എന്നാണ് പറയുന്നത്. വിദ്യ വിനയസമ്പന്നെ ഭഗവത്ഗീതയിൽ പറയും. വിനയത്തിലൂടെയാണ് നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത് എന്നും പറയുന്നത്. അല്ലെ, വിനയത്തോടുകൂടി നമ്മൾ അറിവുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത്. വിദ്യ വിനയസമ്പന്നെ. എഡ്യൂക്കേഷൻ കൂടുന്തോറും അപ്പം എന്തുണ്ടാവണം? വിനയം കൂടി വരണം. 10ാം ക്ലാസ് കഴിഞ്ഞ വ്യക്തിയേക്കാൾ വിനയം ഉണ്ടായിരിക്കണം ഡിഗ്രി കഴിഞ്ഞ ആൾ. ഡിഗ്രി കഴിഞ്ഞ ആളേക്കാൾ വിനയം ഉണ്ടായിരിക്കണം PG കഴിഞ്ഞ ആൾ. PG കഴിഞ്ഞ ആളേക്കാൾ വിനയം ഉണ്ടായിരിക്കണം PhD കഴിഞ്ഞ ആൾ. വിദ്യയാണ് അദ്ദേഹം നേടുന്നതെങ്കിൽ. കാരണം എന്താണ്? വിദ്യ കൂടുന്തോറും വിനയം കൂടും, അല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് അത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും.
അല്ലെ? അപ്പൊ നമ്മൾ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ വിദ്യയാണോ അല്ലെങ്കിൽ അവിദ്യയാണോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. വിദ്യയാണോ കൊടുക്കുന്നത്, അവിദ്യയാണോ? വിദ്യ കൊടുത്തു കഴിഞ്ഞാൽ വിനയമുണ്ടാകുമെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. വിനയസമ്പന്ന ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിച്ചൈവ സ്വഭാഗേച്ച പണ്ഡിത സമദർശിന. വിദ്യ കിട്ടിയ ആളുകൾക്ക് എല്ലായിടത്തും ഈശ്വരനെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യ. ആ വിദ്യ ഇവിടെ കിട്ടുന്നില്ല എന്നാണ് പൂന്താനം പറയുന്നത്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നിതു ചിലർ. നമ്മളെ കുറിച്ചാണ് വിദ്യയിൽ പഠിപ്പിക്കുന്നത്, അല്ലെ? നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ എവിടെയാണ് ജനിച്ചിരിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്, ഇതൊക്കെയാണ് വിദ്യ കൊണ്ടറിയേണ്ടത്. ആ വിദ്യ കിട്ടാത്തത് കൊണ്ടാണ്, ചിലപ്പോൾ അവിദ്യ കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ അഹങ്കാരം കൂടുന്നത് എന്ന് പറയും. ആ വിദ്യ കൊണ്ട് നമ്മൾക്ക് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ. PhD ഉള്ളത് കൊണ്ട് മാത്രം വിദ്വാനാണെന്ന് ചില ആളുകൾ വിചാരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ വിദ്വാനാണെന്ന് വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ വിദ്യ കൊണ്ട് അറിയേണ്ടത് ആരെയാണ്? നമ്മളെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. പിന്നീട് ഭഗവാനെ കുറിച്ച് നമ്മൾ അറിയണം. അതാണ് യഥാർത്ഥ വിദ്യ എന്ന് വിദ്യാനം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. വിദ്യയുടെ ലക്ഷ്യം അധ്യാത്മവിദ്യയാണ്. അവനവനെ കുറിച്ച് അറിയുകയും അവനവനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് അറിയുകയും, ഇതാണ് വിദ്യയുടെ ലക്ഷണം എന്ന് അവിടെ പറയുന്നുണ്ട്. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദവം എന്ന് പറയും. ഒരു കഴുതയുടെ പുറത്ത് ഏത് ഭാണ്ഡക്കെട്ട് വെച്ച് കഴിഞ്ഞാലും കഴുതയ്ക്ക് അതെന്താണ്? കഴുതയ്ക്ക് അതൊരു ഭാരം മാത്രമാണ്, അല്ലെ? കഴുതയുടെ പുറത്ത് തുണിക്കെട്ട് വെച്ചു, അല്ലെങ്കിൽ ഉപ്പിന്റെ കെട്ട് വെച്ചു, ഉപ്പിന്റെ ചാക്ക് വെച്ചു, അതുമല്ല സ്വർണം വെച്ചു, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ കുങ്കുമപ്പൂവ് വളരെ വില പിടിച്ചതാണ്, അല്ലെ? അപ്പൊ എന്ത് വെച്ച് കഴിഞ്ഞാലും കഴുതയ്ക്ക് എന്താണ്? ഇതൊരു ഭാരം, എന്തോ ഭാരം, എല്ലാം സെയിം തന്നെയാണ് എന്ന് വിചാരിക്കും. അതുപോലെയാണ് കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. മനുഷ്യജന്മം കിട്ടിയിട്ടും ആ മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം ഭഗവാനെ മനസ്സിലാക്കാനുള്ളതാണ്. ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. വലിയൊരു ചാൻസാണ് എന്ന് മനസ്സിലാക്കാതെ ഈ മനുഷ്യജന്മം ഉപയോഗിക്കുന്നവരെ കുറിച്ചാണ് പൂന്താനം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം എന്ന് പറയും. ഗർദഭം എന്ന് പറയുന്നത് കഴുതയാണ്, അല്ലെ? കഴുതയ്ക്ക് എന്തായാലും ഭാരം തന്നെയാണ്. അതിന്റെ വില കഴുതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. കൃഷ്ണ നിരൂപിച്ച് കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും. തൃഷ്ണ കൊണ്ട്, ഈ ഭൗതിക ലോകത്തിനോടുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ യഥാർത്ഥ ബുദ്ധി നഷ്ടപ്പെട്ടു പോയത് എന്നാണ് പൂന്താനം പറയുന്നത്. നമ്മുടെ ബുദ്ധി, യഥാർത്ഥ ബുദ്ധി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥ ബുദ്ധി. യഥാർത്ഥ ബുദ്ധിമാൻ ഭഗവാനിലേക്ക് തിരിച്ചു പോകും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? ഏനമാം ഉപയാന്തിതേ ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ തേഷാം സതതയുക്താനം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. ഞാൻ അവന് ബുദ്ധി കൊടുക്കും. ആ ബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ആ ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് ഭഗവാൻ പറയുന്നത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കിട്ടിയ മനുഷ്യജന്മം കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് അവിടെ പറയുന്നുണ്ട്. ആ ബുദ്ധി നശിച്ചു പോകുന്നു നമ്മൾക്ക്. പൂന്താനം പറയുന്നു ചില ആളുകൾക്ക് അങ്ങനെ ആ ബുദ്ധി നശിച്ചു പോകുന്നു. തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നത് ഒക്കെയും. എത്രത്തോളം ഭൗതികമായിട്ടുള്ള ആഗ്രഹമുണ്ടോ അത്രത്തോളം നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് പറയുന്നത്. എണ്ണി എണ്ണി കുറയുന്നതായുസ്സും മണ്ടി മണ്ടി കരയേറുന്നു മോഹവും. ആ ഭാഗം കൂടി വായിച്ചോളൂ. ഇതുവരെ വായിക്കാം. വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാരും. അതുവരെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ ഗുരുജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ
എന്നെ കുറയുന്നില്ല മണ്ടി കരയുന്നു വന്നില്ലല്ലോ തിരുവാതിരയുന്നു കുകത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതിനാളെന്നും ശ്രാദ്ധമുണ്ടാവോ വൃശ്ചിക മാസത്തിൽ സതയൊന്നു മേലുതള്ളിനിയെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതില്ലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും കോഴിക്കൽ തന്നെ വന്ന നിയമിനി കണമെന്നെടുപ്പിക്കരുതെന്നും ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാനാകോട്ടമെല്ലാവരും കത്തിന്റെ പലതും കഴിഞ്ഞതും കാലമിന്നു കലിയുഗമായതും ഭരതഖണ്ഡത്തിന്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതും എത്ര നാൾ കഴുതേ തന്നെ പോയ പ്രകാരവും ആയുസിന്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമ സങ്കീർത്തനം തുടർന്നും വന്നു കൂടും പുരുഷാർത്ഥമെന്നതും ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ട നിരൂപണമൊക്കെയും എന്നിനു വൃതാകാലം കളയുന്നു വൈകുണ്ഠത്തിൽ പോയി എല്ലാവരും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു ആരതി ആൻഡ് അഞ്ജലി മധുജി. ഹരേ കൃഷ്ണ. യെസ്. എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരയേറുന്നു മോഹം. അപ്പൊ നമ്മുടെ അവസ്ഥയെ കുറിച്ച് പൂന്താനം പറയുകയാണ്. എന്താണ്? എണ്ണി എണ്ണി കുറയുന്നതായുസും. ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരികയാണ്. രണ്ടും രണ്ട് ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലെ? എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരയേറുന്ന മോഹവും. പിന്നെ നമ്മുടെ പ്ലാനുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നു. വന്നു ഓണം കഴിഞ്ഞു വിഷു എന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും. നമ്മുടെ കാൽക്കുലേഷൻ എന്താണ്? ഓണം വന്നു വിഷു വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് പണ്ട് കാലത്ത് അങ്ങനെയാണ് അല്ലെ? ഇന്നത്തെ കാലത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കുംഭമാസത്തിനാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്ന്. പൂന്താനത്തിന്റെ ജന്മനക്ഷത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കുംഭമാസത്തിനാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന് പൂന്താനം പറയുന്നുണ്ട്. നമ്മുടെ ബർത്ത്ഡേ വരും, ഇങ്ങനെ ഓരോരോ ആഘോഷങ്ങൾ വരും. എന്നാണ് ഈ ആഘോഷം, എന്നാണ് ഈ ഫെസ്റ്റിവൽ വരുന്നത്? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് ഇരിക്കുകയാണ്. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നും എഴുതല്ലിനിയെന്നും. ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിൽ ഒരു ഉണ്ണിയുണ്ടായി കണ്ടാവും ഞാൻ. എൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ മകന്റെ കല്യാണം കഴിഞ്ഞ് അതിലൊരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിയുടെ കല്യാണം കഴിയണം. അത് കണ്ടിട്ട് മരിച്ചാ മതി എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. പിന്നെന്താണ്? കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണാം അന്യൻ എടുപ്പിക്കരുതെന്നും. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള സ്ഥലം അത് നമ്മൾ തന്നെ എടുക്കണം. അത് വേറെ ആർക്കും കൊടുക്കുന്നതിന്റെ മുന്നേ അത് നമ്മൾ തന്നെ സ്വന്തമാക്കണം. ഇങ്ങനെ ഓരോരോ പ്ലാനുമായിട്ട് ഇരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ നമ്മൾ ഓരോരോ പ്ലാനുമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശരീരം വിട്ടുപോകേണ്ടി വരും. ചത്തുപോകുന്നു പാവം ശിവ ശിവ. അപ്പൊ നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പൂന്താനം ഇനി ഒരു കാര്യം പറയുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പൂന്താനം പറഞ്ഞത്? ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നത് എന്തിനാണ്? ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് നമ്മൾ ചോദിക്കാം. അപ്പൊ അതിന് പൂന്താനം മറുപടി പറയുന്നുണ്ട്.
എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവാൻ ആവോളമെല്ലാരും. ഇതൊക്കെ നമ്മൾക്ക് അറിയുന്നതാണെങ്കിലും നമ്മൾ അങ്ങനെ ഇരുന്ന് ചിന്തിക്കാറില്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പൂന്താനം ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറയും. ചിന്തിച്ചിടുവിൻ ആവോളമെല്ലാരും. കർമ്മത്തിന്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞതും. നമ്മുടെ പൂർവ്വജന്മത്തിന്റെ കർമ്മങ്ങൾ ഇനി എത്ര തീരാനുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ജന്മങ്ങൾ പലത് കഴിഞ്ഞെന്നതും, ഒരുപാട് ജന്മത്തിലൂടെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യവും, കാലം ഇന്നു കലിയുഗമായതും, കലിയുഗം ഏറ്റവും എളുപ്പമാണ്. കലിയുഗത്തില് ഭഗവാൻ ഈശ്വര സാക്ഷാത്കാരം വളരെ എളുപ്പമാണ് എന്നുള്ളതും, ഭാരതഖണ്ഡത്തിന്റെ വലിപ്പവും, ആ ഭാരതത്തിൽ ജനിച്ചതിന്റെ മഹാത്മ്യവും അല്ല അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ദേവന്മാർ പോലും നമ്മളോട് അസൂയുള്ളവരാണ്. ഇവർക്കൊക്കെ എങ്ങനെ കിട്ടി മനുഷ്യ ജന്മം ഭാരതഭൂമിയിൽ എന്ന് ചിന്തിക്കുന്ന ആ മനുഷ്യജന്മമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഭാരതഖണ്ഡത്തിന്റെ വലിപ്പവും, അതിൽ വന്നു പിറന്നതും എത്ര നാൾ, നമ്മൾ അതിൽ വന്ന് ജനിച്ചു, പക്ഷേ നമ്മൾ ഇതൊന്നും അറിയാതെ എത്ര കാലം വേസ്റ്റാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. പഴുതേ തന്നെ പോയ പ്രകാരവും, അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരം. ഒരുപാട് ദിവസം ഒന്നും മനസ്സിലാക്കാണ്ട് അങ്ങനെ പോയി ഇതുവരെ ഒരുപാട് ആയുസ് അങ്ങനെ പോയി തീർന്നു. ആയുസ്സിന്റെ പ്രമാണമില്ലാത്തതും, ഇത്ര ദിവസം ഉണ്ടാകുമെന്നുള്ള ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതും, ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസ്ഥയും, ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നമ്മൾക്ക് നാമം ജപിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്, ആ സാധിക്കുന്ന അവസ്ഥയും, ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥം എന്നതും. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലികാലത്ത് നാമസങ്കീർത്തനം കൊണ്ട് മാത്രം നമ്മൾക്ക് പുരുഷാർത്ഥം ഭഗവാനെ ലഭിക്കും, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അത് വലിയൊരു നേട്ടമാണ്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പൂന്താനം വീണ്ടും എടുത്തു പറയുന്നു അല്ലെ. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, കലൗ ദോഷനിധേ രാജൻ, കലിയുഗം ദോഷം കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷെ എന്താണ്, അസ്ഥിഖേദോ മഹതാൻ ഗുണാൻ, ഒരു വലിയ ഗുണം ഈ കലിയുഗത്തിനുണ്ട്. എന്താണ്, കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരൊക്കെയാണോ കീർത്തിക്കുന്നത് അവരൊക്കെ മുക്തി നേടി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. പരം വ്രജേത്, നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോകും എന്ന് ഭാഗവതത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ, ഉടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുക്തി ലഭിക്കും. ഈ ശരീരത്തിൽ വെച്ച് തന്നെ നമ്മൾക്ക് മുക്തി ലഭിക്കും. നമ്മൾ ഒരുപാട് ജന്മം എടുക്കേണ്ട ആവശ്യമില്ല. ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥം എന്നതും. ഇന്നു തെറ്റിയാൽ ഇത്ര എളുപ്പമായി എന്നുമേലിൽ ഈ വണ്ണം വരുമെന്നും. ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ചാൻസ് നമ്മൾക്ക് ഏത് ജന്മത്തിലാണ് കിട്ടുന്നത് എന്ന് പറയാൻ സാധിക്കില്ല അല്ലെ. ഇപ്പം മിസ്സായി കഴിഞ്ഞാൽ ഇനി ഒരുപാട് ജന്മങ്ങൾ നമ്മൾ അതിനുവേണ്ടി, കോടാനുകോടി ജന്മങ്ങൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യവും, ഇനിയുള്ള നരകഭയങ്ങളും, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നരകീയ അവസ്ഥകളിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യവും, ഇന്ന് വേണ്ടും നിരൂപണമൊക്കെയും. ഈ കാര്യങ്ങളൊക്കെ എന്നാണ് ചിന്തിക്കേണ്ടത്? ഇന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഇന്ന് വേണ്ടും നിരൂപണമൊക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് തന്നെ ചിന്തിക്കണം എന്നാണ് പൂന്താനം പറയുന്നത്. ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും. എന്തിനു വൃഥാ കാലം കളയുന്നു? എന്തിനാണ് നമ്മൾ വെറുതെ കിട്ടിയ സമയം കളയുന്നത്? വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിനെല്ലാരും എന്നാണ് പൂന്താനം പറയുന്നത് അല്ലെ. കിട്ടിയ വൈകുണ്ഠത്തിന്റെ ചാൻസ് നമ്മൾ മിസ്സാക്കരുത് എന്നാണ് പറയുന്നത്. വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വലിയൊരു ചാൻസ്, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വലിയ അവസരം നമ്മൾക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒഴിവാക്കരുത്. എന്തിനു വൃഥാ കാലം കളയുന്നു? വൈകുണ്ഠത്തിന് പോയിക്കൊള്ളുവിൻ എല്ലാവരും. ഈ കലിയുഗത്തിൽ ആരൊക്കെയാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത് അവർക്കൊക്കെ വൈകുണ്ഠത്തിലേക്കുള്ള എൻട്രൻസ് കിട്ടും. അതുകൊണ്ട് എല്ലാവരും നാമം ജപിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് പൂന്താനം പറയുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. മിക്കവാറും നാളെ നമുക്ക് തീർക്കാം. ഹരേ കൃഷ്ണ. ഇന്ന് വായിച്ചതിൽ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് സമയം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.